അധ്യാത്മരാമായണ പാരായണം 16-ാം ദിവസം. ബാലീവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രൂധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരെ കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതി വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ഭർത്താശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കിതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകൊലോ. കൈയയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണം ഓമലേ. ബന്ധുവായുള്ളതോർക്ക സുഗ്രീവനും ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവൻ ഏകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനുമറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തിക്ക് യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ. ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ. കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമ സുതനങ്കദനന്നേരം. കേട്ടോരുദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമൽ ദശരഥ നാമ അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകുമനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നിടിനാൻ ദണ്ഡക കാനനേ. വന്യശനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമൂകാചലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിന. മിത്രമാ വാഴ്കയെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടൊരഗ്നിസാക്ഷിയാ ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ.
വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരം അർക്കതനയനുമന്നേരം. അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടി തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വര്യമായി വാഴിച്ചു കൊൾകയിളമയായി. യാഹി രാമം നീ ശരണമായി വേഗേനെ പാഹി മാം അംഗദം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞും കാലു പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന് പറഞ്ഞിതുപാലെയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയാക്കിയതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നിതെങ്കിലോ ചേരുമിന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമീ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താനവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മ രാമനീശ്വരൻ തച്ചരണാംഭുജേ വീണു നമസ്കരിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മദ്ഗൃഹത്തിങ്കലും ഉപകാരവുമേറും സുഗ്രീവനെ കാളുമെന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോർ പാർക്കിലെന്നോളം എല്ലാവർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനേ പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുദേ. ഇത്തമാശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രൂധനാ സത്വരം ബദ്ധ്വാ പരികരം. നിർഗമിച്ചിടിന യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാ സുഗ്രീവനെ. ക്രൂധ താരയുമശ്രുകണങ്ങളും വാർത്താരൂഢ ഖേദമകത്തു പുക്കീടിന. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ. രുഷ്ടനാ ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടു തലതലങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചു കടിച്ചു മങ്ങൂറ്റത്തിൽ വീണും പുരണ്ടുമുരണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്ക
ചേർക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടികൾ കർക്കയും വാഴ്ത്തി സ്തുതിക്കുകയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലാന്തനമുള്ളപ്പോ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടം ഒരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നു കൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേനെ വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രനും അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയച്ചു അരുളിയിടിനാ ചെന്നതു ബാലിതൻ മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘൂത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേര വദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട് മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഗിച്ചു പറഞ്ഞിതു ബാല്യമുണ്ടായ ഖേദ കോപാകുലചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചിതു എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോര ധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തൊന്നു സുഗ്രീവനാ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടച്ചലത്തു
ഭയത്തൊടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനു മാതരാ ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനേ വാനരമാംസമഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിതു ഭൂപതേ ഇത്തം ബഹുഭാഷണം ചെയ്തു മാലയോടു ഉത്തരമായരുൾ ചെയ്തു രഘൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നതു നീളെ ഞാൻ പാപിയായൊരു ധർമ്മിഷ്ഠിനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമർക്കതിനാലേ വരുമല്ലോ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമീറും നൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായി കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായവരോടിതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കബീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകുന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസി കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിത്തതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാലിന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിക്കാൻ അവകാശമീ കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യതിരേകം ഇതുണ്ടോ
പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മീ ഭഗവതി. പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവൻ. പത്മജൻ മുന്നമർത്തിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനെ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യ ബലനാകുമംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദ ബാലനുമൊക്കുമെനിക്കുന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ. മെല്ലവേ മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവൽ പദം ഗമിച്ചിടിന. രാമനായൊരു പരാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേനെ പുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ. ചൊല്ലിനാർ താരയോടാശു കപികളും സ്വർലോകവാസിയാ വന്നു കപീശ്വരൻ ശ്രീരാമ സായകമേറ്റുരണാജിരേ. താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടൊരു താരയുമാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി ദാടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവു തന്നോടു കൂടി മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർതൃകളേബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെയേറ്റം വിവശയാ വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നീടു നീ മമ പ്രാണനാഥനു പൊറ പിരിഞ്ഞാലടോ. എന്നെ പതിയോടു കൂടെ അയക്കിലോ കന്യക ദാനഫലം നിനക്കും വരും. ആരെനാ നിന്നാലനുഭൂതം അല്ലയോ ഭാര്യാവിയോഗമജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തൊരുമയുമായി വാഴ്ക നീ
സുഗ്രീവ രാജഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരം ആയരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരയോടുള്ള ഉപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസ രക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമൂർഖ നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയം ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുമുണ്ടായതു നിനച്ചേതുമീ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീംബ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലേപകൻ ശുദ്ധമാ നിത്യമാ ജ്ഞാനാത്മകമായ തത്വമൂർത്തിന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള ഒക്കെയരുൾ ചെയ്യുക വേണം. ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവും ദേഹി ഇന്ദ്രിയഹങ്കാരം ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരം എത്തുമവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യാനമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നെ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലും എങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധുഹേതുനാ താനാമഹം കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാപാർത്ഥകനായതും. സംസാരമോ രാഗരോഷാദിസംകുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതയാ പാർക്കില്ല രുദ്രഞ്ജന ചിത്തേ വിചാരിച്ചു കാൺകനി സൂക്ഷ്മമാ. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തും ആത്മാവിനു സംസാരവും ബല. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടും പരിഗ്രഹിച്ചിട്ടല്ലോ
തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാ ബദ്ധനാ സേവിക്കയാലവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആധോ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളാൽ മിക്കതും തൽസമാന പ്രഭാവങ്ങളാൽ ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലെ ജീവനന്നുമനാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യഭിനിവേശത്താ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായത്തെ ഭൂയോ ഘടി യന്ത്രവത്സദാ മായാബലത്താലതാർക്കൊഴിക്കാമിടോ. യാതൊരിക്കൽ നിജപുണ്യവിശേഷണമായി ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരെപ്പോളവൻ മതിമദ്യുഷയാം ദൃഢം ശ്രദ്ധയുണ്ടാമ കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സദ്ഗുരുനാഥ പ്രസേദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയമന പ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു ന്യൂനമാത്മാവതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്ത നാം എപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല. നീയും മയാ പ്രോക്തമൂർത്തു വിശുദ്ധയാ മായാ വിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലെത്രയും ഭക്തിയുണ്ടെങ്കിലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വച്ചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിന. മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൂക്കിനാൽ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാ. ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടും കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു. മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞതു. സുഗ്രീവനുമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു. വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു. വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം.
ജഗദാശയ ശ്രീ രഘുരാമ, ജഗദാശയ ശ്രീ രഘുരാമ, ജഗദോദ്ധാര ആത്മാരാമ, ജഗദോദ്ധാര ആത്മാരാമ, ജഗദാശയ ശ്രീ രഘുരാമ, ജഗദാശയ ശ്രീ രഘുരാമ.